Ladies and gentlemen, call me Flash at work. ഇതാണ് നമ്മുടെ നിഹാല് തലമുടി കാണിക്കാതെ മുഖം കാണിക്കും. ഇതാണ് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ്, സിനിമാറ്റോഗ്രാഫർ, DOP തുടങ്ങിയ എല്ലാ. അതാണ് അവന്റെ ആയുധം. ഇതാണ് ഇന്ന് മോഡൽ. ദുബായിലുള്ളവർക്കൊക്കെ അറിയാവുന്ന മിന്നിത്തിളങ്ങുന്ന താരം നിമിഷ. നിങ്ങൾക്ക് എന്ത് ഇവന്റും അല്ല വലിയ ഇവന്റുകൾ. പണ്ടായിരുന്നെങ്കിൽ ചെറിയ ഇവന്റ് എന്നൊക്കെ പറയും. ഇപ്പൊ ഷാൻ റഹ്മാന്റെ ഒക്കെ എന്തോന്ന് മറ്റേ ലൈവൊക്കെയാണ് ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്ന ആളാണ്. വൺ ടീമാ. അത് എന്തുകൊണ്ട് ഞാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഫോൺ അവിടെ, ഒരു മിനിറ്റ്. ഇത് മോട്ടോറോള എഡ്ജ് 40 Pro ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോർട്ട് കൊച്ചി പോകാം. കുറച്ച് ഫോട്ടോ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നട്ടുച്ചയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോകുന്ന നമ്മളുടെ കട്ടക്കഴപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ നിന്നും ഇറങ്ങി മന്ദം എൻ്റെ ഹ്യുണ്ടായി വെർണയിൽ പറന്നു പോവുകയാണ്. ഓ, അവർ റെഡി. ഏതാടാ ലെൻസ്? 28mm. അയ്യോ, എൻ്റെ 20mm ഉണ്ടായിരുന്നു. നിനക്ക് ചോദിച്ചൂടായിരുന്നോ? സനി ഇങ്ങനെ ഒറ്റക്കൈ കൊണ്ട് ഓട്ടിക്കുകയാണ്. ഒറ്റക്കൈ കൊണ്ട് ആരും വണ്ടി ഓടിക്കരുത് കുട്ടികളെ. 2 കൈ ഉപയോഗിച്ച് വേണം വണ്ടി ഓടിക്കേണ്ടത്. ഒറ്റക്കൈ കൊണ്ട് കാണിക്കുന്നത് ആ ഷോ ഒന്നും പാടില്ല. കണ്ടല്ലേ ഇതാണ് നമ്മൾ താരം. ഇതിൽ 3x ഒപ്റ്റിക്കലും മറ്റും മറിച്ചൊക്കെ കൊണ്ട് ഗൈസ് നമുക്ക് എന്തായാലും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, സെൽഫിയോടെ എന്താണ് ഇതേ ഞാൻ പരമായ തോട് വിത്ത് പച്ചപ്പ് വിത്ത് നൈസ് പൊള്ളുന്ന ചൂട്. ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് ഫ്രെയിം കാണിച്ചില്ലെങ്കിൽ ഫോർട്ട് കൊച്ചിക്ക് എന്തോ പറ്റി ഗൈസ്. എൻ്റെ റോഡൊക്കെ ടാർ ചെയ്ത് ഫോക്ക് വേക്കിട്ടേ എനിക്ക് വയ്യ. വൺ ഡെവലപ്മെന്റ്സ്. ഐ ആം ദ വെരി പ്രൗഡ്. ആസ്പിൻ റോഡിലുള്ള വഴി നന്നായിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ആൾക്കാർ ശരിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിനാലെ വരുന്നതിന് മുമ്പേ. അതെ, ബിനാലേക്ക് ഇവിടെയാണ് ആസ്പിൻ വാള് കേട്ടോ. SPI വാളോസ് പേര് ഒക്കെ മാറ്റിയിരിക്കണം ആസ്പിൻ വാളിന്റെ. ഈ വെള്ള ബിൽഡിംഗ് ഇതെന്തമ്പലം? ജെയിൻ അമ്പലം. ഇത് ഗുജറാത്തി അമ്പലം. ഗുജറാത്തി അമ്പലം. ഇതാണ് ഗുജറാത്തി സ്കൂൾ, ഗുജറാത്തി കോളേജ്. ഒന്നും കാണാൻ ഡച്ച് പാലസ് വഴിയാണ് നമ്മൾ ഗൈസ്. ഈ പച്ച വണ്ടിയുടെ ബാക്കി കിടക്കുന്ന പാലസാണ് ഡച്ച് പാലസ് ഗൈസ്. നല്ല ക്ലാസ് പുഴുങ്ങൽ ആൻഡ് ചൂട് ആൻഡ് ഹ്യൂമിഡിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സന്തോഷമുണ്ട് ഇന്ന് വന്നതിൽ. 12 മണി നട്ടുച്ചയ്ക്കാണ് വന്നിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ. അത് എൻ്റെ ബ്രദറിൻ്റെ ഒരു കലാവിരുദ്ധാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റും. മനോഹരമായ എന്തായാലും നമ്മൾ മറ്റേ ബീച്ചിൻ്റെ അങ്ങോട്ടാണ് അവിടെ പോകുന്നത്. ആൻഡ് വി ഹാവ് കച്ചവടക്കാർ കച്ചവടങ്ങി സം സുവിനിയർ ഐറ്റംസ്. അവൻ ബിസി ആയിട്ട് മോഡലിൻ്റെ ഷോർട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സനി കപ്പലണ്ടി വെച്ചുകൊണ്ട് പറഞ്ഞു നടക്കുക. ഇതാണ് മനോഹരമായ കൊച്ചി ബോട്ട് ജെട്ടി. നല്ല മനോഹരമായ സീനറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഇവിടെയാണ് നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണത് ഗൈസ്. കപ്പലണ്ടിയും കഴിച്ച് നട്ടുച്ചയ്ക്ക് വന്നിങ്ങനെ നിൽക്കുന്ന നമ്മളെ എന്ത് പറയണം നിങ്ങൾക്ക് തന്നെ പേരിടാം. നല്ല ചുട്ട് എന്തിട്ടാലും കുഴപ്പമില്ല. ഉഗ്രാം വെയിൽ. ഒരു വ്ളോഗിന് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടാണെന്നുണ്ടോ. ഇതാണ് അങ്ങനെ ചൂടത്ത് പോസ് ചെയ്യുന്ന മോഡലും ചൂടത്ത് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറും വീഡിയോ എടുക്കുന്ന നിഹാലും. ഓ ഗൈസ്, നമ്മളങ്ങനെ നല്ല ചൂടായതുകൊണ്ട് ഒരു കടയിൽ കയറി. കടയിൽ മൊത്തം ക്രിസ്റ്റൽസ് ആണ് കേട്ടോ. ഇവിടെ ഏത് കടയുടെ പേര് എനിക്കറിയാം. എന്താ കടയുടെ പേര്? ക്രാഫ്റ്റ് വില്ലേജ്. മൊത്തം ക്രിസ്റ്റൽസ്. അവിടെ നിന്ന് എന്തോ പൈററ്റ് എന്തോ ഒരു ജമ്മൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഐഫോണിലുള്ള ബാക്കിലുള്ളത് ക്രിസ്റ്റൽ, സഫയർ ക്രിസ്റ്റലാണെന്ന് നോക്കി ഗൈസ്. അവരുടെ കയ്യിലൊരു മീറ്റർ ഉണ്ടായിരുന്നു. അതിൽ പക്കയാണ്. ബാക്ക് സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ്സാണ്. ബൈ ദ വേ ഗൈസ്, ഇതാണ് കൊച്ചിയുടെ ജ്യൂസ് സ്ട്രീറ്റ്. യെസ്, ഈ അറ്റം തൊട്ട് ഇല്ല അവിടെ ഒരു അറ്റം ഉണ്ട്. ആ അറ്റം വരെ ജ്യൂസ് സ്ട്രീറ്റാണ്. ഇതാണ് മോട്ടോറോള എഡ്ജ് 50 Pro.
ക്യാമറ എങ്ങനെയുണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുമോ. അവിടെ മോഡലിംഗ് നടക്കുന്നു, ഇവിടെ ചൂടത്ത് ഞാൻ നിൽക്കുന്നു. ഒരു അപ്പൂപ്പൻ വരെ പോകണം. ഇതെന്തരടെ അവിടെ നടക്കണത്, വേറെ പണിയില്ല. നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചിയിലെ ജൂ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കുന്നത്. മനോഹരമായ എന്തോ ഒരു സ്ഥലം, വേറൊരു മനോഹരമായ ചിണ്ടൻ വെള്ളം ഇരിക്കുന്ന സ്ഥലം. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സിനിമകളിൽ ഇതൊക്കെ കണ്ടു കാണും. ഈ ഒരു പരിപാടിയൊക്കെ ഒരുപാട് സിനിമകളിൽ ഷൂട്ടിംഗ് നടക്കുന്നൊരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ജൂ സ്ട്രീറ്റ് ഗൈസ്. ഇതും ഇങ്ങനെ പുതിയതായിട്ട് വന്ന ഒരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്തൊരു ഏരിയയാണ്. അങ്ങോട്ടാണ് തോന്നുന്നത് സിനഗോഗ് ഗൈസ്. നമ്മൾ ലൊക്കേഷൻ ഹണ്ട് ചെയ്തൊരു അതായത് പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. എന്ത് രസമാണ് നോക്കണം. എൻ്റെ എക്സ്റ്റീരിയർ നല്ല രസമുണ്ട്, ഇൻറ്റീരിയർ അത്യാവശ്യം നൈസായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം ഗൈസ്. അങ്ങനെ തളർന്ന് ഭ്രാന്തനെ നമ്മൾ പാരഗണിലോട്ട് പോവുകയാണ് ബിരിയാണി കഴിക്കാൻ. സത്യം പറഞ്ഞാൽ ബീഫോർ ബിരിയാണിയിൽ പോയി ചൂടത്തിരിക്കാൻ വയ്യാത്തതിൻ്റെ ഒരേ റീസണിലാണ് നമ്മൾ അത് വിട്ടത്. അല്ലെങ്കിൽ നമ്മൾ ബീഫോർ ബിരിയാണിയെ പോകത്തുള്ളൂ. ബീഫോർ ബിരിയാണി അല്ലെങ്കിൽ നൂറിയ. നിങ്ങൾ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാത്രമേ കഴിക്കാവുന്നതാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. പക്ഷേ ഈ ചൂട് സമയത്ത് പറ്റില്ല. ബട്ട് അവിടുത്തെ ബീഫ് ബിരിയാണി സെറ്റാണ്. ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ ഫോർട്ട് പാരഗൺ. ഇതാണ് കട, താഴത്ത് പോയി കഴിച്ചിട്ട് വരാം കേട്ടാ. ഇനി പാരഗണിലെ ഗംഭീര ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ ഇപ്പുറത്തെന്തോ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി ഷൂട്ടിംഗ് ആരാണ് നിൽക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും ഫോർട്ട് കൊച്ചി വരുന്നു, ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നേരെ ഫോർട്ട് പാരഗണിലോട്ട് വരിക, ഫുഡ് അടിക്കുക, കണ്ടം വഴി ഓടുക. അതാണ് എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡോഗ്. ഡോഗിന് വരെ ചൂട് കാരണം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഡോഗിനെ കണ്ടു. അത്രയ്ക്കും ചൂടാണ് നമ്മുടെ നാട്ടിൽ. ഗൈസ്, അങ്ങനെ നമ്മൾ ഷൂട്ടിങ് കാണാൻ പോയപ്പം അവിടെ ആരും ഇല്ലായിരുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. തിരിച്ച് വീട്ടിലല്ല, ഞാൻ എൻ്റെ നടുക്ക് ഫിസിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ല. അപ്പം ഇന്ന് ഇവിടെ തീരെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.